എന്താണോ അതൊക്കെ? ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും കേണലും ഓഫീസേഴ്സ് എത്തിയിട്ടുണ്ട് കോർട്ട് ഓഫ് എൻക്വയറിക്ക്. വിമലയുടെ ഭർത്താവ് നന്ദകുമാറിനെ കൊന്നത് പട്ടാഭി സാറാണ്. സാറ് കുറ്റം സമ്മതിച്ചു. ഇപ്പൊ ക്ലോസ് അറസ്റ്റില്ല. അതിനിടയിൽ ആ മൊയ്തു പിലാക്കന്റെ കാണാനില്ല, വിട്ടുകിട്ടണം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരും. നിർത്ത. നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കണം. മൊയ്തു ഇവിടെ ഇല്ല. അത് ഞങ്ങൾക്കറിയാം. അവനെ നിങ്ങൾ എന്ത് ചെയ്തു? കൊന്നോ അതോ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചോ? ആവശ്യം പറയരുത്. മൊയ്തുവിനെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള സത്യം തന്നെയാ. ചോദ്യം ചെയ്ത് പിറ്റേ ദിവസം തന്നെ അയാളെ പറഞ്ഞു വിടുകയും ചെയ്തു. അയാൾ പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കുക, അല്ലാതെ ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. അവര് ബഹളം വെക്കും സാർ. ഇവർക്ക് നഷ്ടപ്പെട്ടത് ഇവരുടെ ഭർത്താവിനെയാ. അതിന്റെ വേദനയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരാളെ കൊല്ലാനും പിന്നെ അയാളുടെ വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ ഒരു മനസാക്ഷി കുത്തൂല്ലാതെ വന്ന് നിൽക്കാനും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അറിയാം. എവിടെ നിങ്ങളുടെ പട്ടാഭി സാറ്? എനിക്ക് അയാളെ ഒന്ന് കാണണം. എന്തിനാ നന്ദുവിനെ കൊന്നെന്ന് എനിക്കറിയണം. ഇങ്ങനൊരു മഹാപാവം ചെയ്തിട്ട് എന്തിനാ എന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു നാടകം കളിച്ചെന്ന് എനിക്കറിയണം. ഞാൻ കേട്ടതൊക്കെ സത്യമാണോന്ന് എനിക്ക് അയാളോട് ചോദിക്കണം. വിമല കേട്ടതൊക്കെ ശരിയാണ്, പക്ഷെ കേൾക്കാത്ത കുറെ ശരികൾ കൂടിയുണ്ട്. അതുകൂടെ കേട്ടിട്ട് പോയാൽ മതി. സോറി സർ, ഞാൻ നമ്മുടെ പീറ്ററേമാരും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സർ. റിലാക്സ് റിലാക്സ്. ഇന്ന് പീറ്റർ ആണെങ്കിൽ നാളെ നീയോ ഞാനോ ആകാം. അത് പട്ടാളക്കാരന്റെ വിധിയാണ്. നാടിനു വേണ്ടി കൊല്ലാനും ചാവാനും പ്രതിജ്ഞ എടുത്തവരാണ് നമ്മൾ. രാജ്യത്തിന്റെ ശത്രുക്കളെ കൊല്ലുമ്പോഴേ നമ്മൾ ധീരന്മാരാവുന്നു. വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഒരാളെ കൊല്ലുമ്പോൾ നമ്മൾ കൊലപാതകളാവുന്നുള്ളൂ. നീ ധീരനായ ഒരു പട്ടാളക്കാരനാണ്. മറ്റുള്ളതെല്ലാം മറക്കണം. മറന്നേ പറ്റും. ബി ബ്രേവ്. सब लोग यहाँ से आलवा लोकेशन पहुंचो, जल्दी 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 चलो। തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ അറ്റാക്ക്. കോളനിക്കുള്ളിൽ വെച്ച് അവരത് ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഞങ്ങളുടെ സൈഡിൽ ഒരുപാട് പേര് മരിച്ചു. തൽക്കാലം ഞങ്ങൾക്ക് പിൻവാങ്ങേണ്ടി വന്നു. ഇന്റലിജൻസ് സോഴ്സ് റിപ്പോർട്ടിൽ വന്നൊരു പിഴവ്. ഞങ്ങൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ ആയുധങ്ങളും ആളുകളും അവരുടെ സൈഡിലുണ്ടായിരുന്നു. വിവരം ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിയിച്ച് ഞങ്ങൾ റീഇൻഫോഴ്സ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. पेट का ऊपर वाला देखो, चल कम ऑन, लेके जाओ जल्दी जल्दी।
നന്ദു Come on. സമയങ്ങളുണ്ട്. എന്നെ കൊണ്ട് പൊക്കോ, എന്നെ കൊണ്ട് പൊക്കോ, 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 പൊക്കോ സാർ. സാർ പൊക്കോ, എനിക്ക് വേണ്ടി സമയം കളയണ്ട. എന്നെ രക്ഷിക്കാൻ പറ്റില്ല. ഇതെന്നെ കൊണ്ട് രക്ഷപ്പെട്ടേക്ക്. പൊക്കോ, പൊക്കോ സാർ, പൊക്കോ, പൊക്കോ. ഇനി അധിക സമയം ഞാൻ ജീവിച്ചിരിക്കില്ല. കൈ കിട്ടി അവരെ വെട്ടി നിർക്കും. എന്നെ കൊന്നു വന്നേക്കും സാർ. സാർ പ്ലീസ്, സാർ പ്ലീസ്, സാർ ഷൂട്ട് മീ, സാർ ഷൂട്ട് മീ. നന്ദുവിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ദയായിരുന്നു അത്. അതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. ഇനി വിമല സാറിനെ കാണണം. അനിവാര്യമായി ശിക്ഷ ഏറ്റുവാങ്ങുമ്പോഴും സത്യം അറിഞ്ഞ വിമലയുടെ മുഖം സാറിന് ഒരു ആശ്വാസമായിരിക്കും. ചെല്ലേ. സാർ, സാർ, ഹീസ് മിസ്സിംഗ്. പട്ടാഭി സാറേ, പട്ടാഭി സാറേ, പട്ടാഭി സാർ എവിടെയാ? ബെന്നി സാറേ, പട്ടാഭി സാർ എവിടെ? പട്ടാഭി സാർ എവിടെ? എന്താണോ എന്തുപറ്റി? സാർ എവിടെയാ? താൻ കാര്യം പറ. പട്ടാഭി സാർ അന്ന് സംശയിച്ച് സത്യ. എന്നെ അന്ന് കാണാൻ വന്ന ഒരു കുഴപ്പക്കാരൻ തന്നെയാ. എന്റെ പേരിൽ സ്ഥലം വാങ്ങിച്ചതും തലപ്പാറശ്ശേരിൽ കുഴപ്പമുണ്ടാക്കിയതൊക്കെ അവരാ. നാളെ
നാളെ കൃഷ്ണപുരം അമ്പലത്തിലെ ഏകദേശിയാ. ടെമ്പിൾ ടൗൺഷിപ്പിലേക്ക് ഇവിടുത്തെ ടാങ്കിന്റെ വെള്ളം സപ്ലൈ ചെയ്യണേ. ഇന്ന് രാത്രി വാട്ടർ ടാങ്കിൽ സൈനൈഡ് കലക്കാൻ അവർ പരിപാടി ഇട്ടിരിക്കുക. എന്നെ അവർ കസ്റ്റഡിയിൽ വെച്ചിരിക്കായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു വരാ. ഉടനെ അവരെ തടഞ്ഞില്ലെങ്കിൽ നാളെ ഏകദേശിക്ക് വരുന്ന 10,000 ആളുകൾ മരിക്കും. അതിന്റെ പേരിൽ നാട് മുഴുവൻ വർഗീയ കലാപം ഉണ്ടാവും. അത് തന്നെ അവരുടെ ഉദ്ദേശം. പട്ടാഭി സാർ അവിടെ. അടുക്കരുത്. അടുത്ത ഒരു നിമിഷം കൊണ്ട് എല്ലാം പൊട്ടി തകരും. തകർക്കണ, തകർക്ക്. അത് തന്നെയാണ് എനിക്കും വേണ്ടത്. നീ ഇതിനകത്ത് കലക്കിയിരിക്കുന്ന വിഷം കഴിച്ച് 10,000 മരിക്കരുത്. അവരുടെ മരണത്തിന്റെ പഴിവേറി പിന്നെയും 10,000 തമ്മിൽ തല്ലി ചാകരുത്. അതുകൊണ്ട് നീ ഇത് തകർക്കണം. തകർത്തേ തീരൂ. എന്തേ പറ്റുന്നില്ലല്ലേ? തകർത്താൽ നിന്റെയും നിന്റെ ആളുകളുടെയും പദ്ധതി നടക്കില്ല. അതുകൊണ്ട് നീ തകർക്കില്ല. പക്ഷേ ഞാൻ തകർക്കും. എനിക്ക് തകർത്തേ പറ്റൂ. എന്ത് എന്താടാ ഇത്? എന്നായാലും അറിയേണ്ടതല്ലേ? ഇങ്ങനെയൊക്കെ നന്നായെന്ന് വിചാരിച്ചാൽ മതി. വിഷമിക്കണ്ടാ. നീ വിചാരിക്കുമ്പോൾ അത്ര വലിയ ശിക്ഷയൊന്നും ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി ഓൺലി എ ഫോർമാലിറ്റി. എന്ന് വിചാരിച്ച് വെള്ളോടി നിർത്തുകയൊന്നും വേണ്ട. 2 എണ്ണം അടിച്ചില്ല പിന്നെ നീ എന്തിനും ഉള്ളടാ. പക്ഷേ ഒരു ലിമിറ്റ് വേണം കേട്ടാ. അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. നീ വേണം അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ. ഇത്തവണ അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്ന് വിചാരിച്ചതാ. പാവം. നീ ഇടയ്ക്ക് അമ്മ ഇപ്പൊ ഒന്ന് കാണണം. കരയല്ലേ? വന്നത് നന്നായി. പോകുന്നതിന് മുമ്പ് കാണാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് കരുതിയിരിക്കുകയായിരുന്നു. വിമലയുടെ മുന്നിൽ നാടകം കളിച്ചതും എല്ലാം മറച്ചു വെച്ചതും ശിക്ഷ ഭയന്നോ കുറ്റബോധം കൊണ്ടോ അല്ല. ധീരനായിരുന്നു നന്ദു. അവന്റെ വീരമരണം ദയാവധമെന്ന് പറഞ്ഞ് നിസ്സാരമാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാ
നന്ദുവിന്റെ വിധവയാണ് വിമലെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു ഷോക്കായിരുന്നു. എല്ലാം തുറന്നു പറയണമെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ ഒരു ദുരന്തത്തെ പുഞ്ചിരിയോടെ നേരിടുന്ന വിമലയെ കണ്ടപ്പോൾ വീണ്ടും വിഷമിപ്പിക്കാൻ തോന്നിയില്ല. കാലം 6 മാസങ്ങൾ കൂടി പിന്നിട്ടപ്പോൾ കുറ്റവിമുക്തിയുടെ പുണ്യസ്നാനം കഴിഞ്ഞ് തിരിച്ചെത്തിയ പട്ടാഭിരാമന് പുതിയ കർമ്മകാണ്ഡത്തിലേക്ക് യാത്ര തുടരേണ്ടി വന്നു. അകലെ തന്നെ കാത്തിരിക്കുന്ന ദൗത്യത്തിന്റെ ഭൂമികയിലേക്ക് പുറപ്പെട്ട അയാൾക്ക് നെഞ്ചുരുകി യാത്രാമൊഴി പറഞ്ഞു പൊന്നാരിമംഗലം.